ഇങ്ങനെ പറയുന്നു, എല്ലാം ലളിതമായിരിക്കണം ശ്രമിച്ചപ്പോൾ ഈ അതുകൊണ്ട് ഇതോടെ ഇത് പൂർത്തിയാവുക, വേറെ ഒന്നുമില്ല. പിന്നെ ഈ പുസ്തകമാണ് ആകെയുള്ള ആഘോഷം. ഇത് ഈ ജൂബിലിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ഉണ്ടാക്കിയ ഒരു എഡീഷനാണ്. ഇതിൻ്റെ പകുതി നേരത്തെ ഇറക്കിയിട്ടുള്ളതാണ്. ഇത് ഒരു ഓട്ടോബയോഗ്രഫിയാണെന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഒബ്ജക്റ്റീവ് എന്ന് എനിക്കറിയാം. ഇവിടെയുള്ള സാഹിത്യ കാര്യങ്ങളൊക്കെ ഒബ്ജക്റ്റ് ചെയ്യണം. കാരണം ഈ നിലവിലുള്ള ശാസ്ത്ര ശാഖകൾക്കൊക്കെ രൂപഭാവങ്ങൾ വരണമെന്ന് കൊതിക്കുന്നവരാണ്. കുറേ എസ്സൈസ് എഴുതി ഞാൻ പറഞ്ഞത് ഇന്നാണ്, എൻ്റെ കുടുംബം എവിടെയാണ്, എൻ്റെ നാട് ഇതാണ്, അതൊക്കെ ഇങ്ങനെ വർണ്ണിച്ച് ഉപന്യാസങ്ങൾ എഴുതി പ്രസിദ്ധപ്പെടുത്തിയ ആരും വായിക്കില്ല. പക്ഷെ ഇത് വായിക്കുന്നത് ഞാൻ കണ്ടു, താല്പര്യത്തോടെ വായിക്കുന്നത് ഞാൻ കണ്ടു, അത് കഴിഞ്ഞ് തർക്കിക്കുന്നതും കണ്ടു. ഇതിൽ എൻ്റെ ജീവിതമുണ്ട്, കണ്ടുപിടിക്കുക. അത് വായനക്കാരുടെ ദൗത്യമാണ്. അത് ചെറിയ അനുഭവങ്ങൾ അടർത്തിയെടുത്തിട്ട് അങ്ങ് വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെയും ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ടാക്കാവുന്നത് അല്പം വെല്ലുവിളിയോടെ ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് സെൻറ് തെരേസാസ് കോളേജുണ്ട്, ഇതിനകത്ത് ഞാനുണ്ട്, എൻ്റെ പേരൻസ് ഉണ്ട്, എൻ്റെ കുടുംബമുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്, നിങ്ങളിൽ പലരും ഉണ്ട്. കണ്ടുപിടിക്കുക. ഒരെണ്ണം മാത്രം ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൻ്റെ സമയം എടുക്കാൻ പറ്റത്തില്ല. പാപ്പാനിയെ കത്തിക്കരുത്. കാരണം ക്രിസ്മസുമായിട്ട് നല്ല ബന്ധമുണ്ട്. നമ്പർ 42 പാപ്പാനിയെ കത്തിക്കരുത്. ഞാൻ പള്ളുരുത്തിപ്പള്ളി താമസിക്കുന്ന കാര്യം മേരിമയോട് പറഞ്ഞു. അവ ആദ്യത്തെ വർഷം ഞാൻ ശ്രദ്ധിച്ചതാണ്. നല്ല നീണ്ട ചുവന്ന അങ്കി ഒക്കെ ഇട്ട് വെളുത്ത താടിയും തലമുടിയൊക്കെ ആയിട്ടുള്ള ആ സുന്ദര മുഖമുള്ള സാന്റായെ വിശുദ്ധനർത്ഥം തീ കൊടുക്കുന്നു വർഷാന്ത്യത്തിൽ. ഞാൻ ഓർത്തു പോയി, ഇതെന്ത് പണിയായി കാണിക്കണേ. വർഷാന്ത്യത്തിന് പുതിയ വർഷം പിറക്കുന്ന ആ മോമെന്റിൽ ഒരു രസം വേണം, അത് എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ അതിനു മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ ഇത് എഴുതിയിട്ടുണ്ട്, പലയിടത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. പള്ളുരുത്തി പള്ളി പ്രസംഗിച്ചത് ഏറ്റു. പിറ്റേ ദിവസം വന്നു ഇന്ത്യൻ എക്സ്പ്രസിന്റെ അവിടുത്തെ ലോക്കൽ എഡിറ്റർ വന്നിട്ട് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടിയൊക്കെ പറയൂ. ഞാൻ ചോദിച്ചു, ഏത് കാര്യം? ആ പാപ്പാഞ്ഞിയുടെ കാര്യം. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലൊരു മനുഷ്യനെയാ കത്തിച്ച് കളയുന്നത്. ആണ്ട് പറവിലേക്ക് കത്തിക്കണമെന്ന് വരികിൽ നമ്മുടെ എല്ലാവരുടെയും ദുഷ്ടത ഒന്നിച്ചു കൂട്ടിയിട്ട് തിന്മയുടെ പ്രതീകം കത്തിക്കുക, അതിനർത്ഥമുണ്ട്. ഇത് ഇനി അതിന്റെ പിന്നിലാണെങ്കിലും, ഈ പപ്പാഞ്ഞിയുടെ പിന്നിലുള്ളതും ഒരു സെയിന്റ് നിക്കോളാസ്, നല്ലൊരു വിശുദ്ധൻ, നന്മ മാത്രം ചെയ്തിട്ടുള്ളവൻ, തേടി നടന്ന് മനുഷ്യരുടെ ആവശ്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് നിർവഹിച്ചിട്ടുള്ളവൻ. ഇങ്ങനെയൊക്കെ നമ്മൾ ഓർക്കുന്ന ഒരു പ്രതീകം കത്തിക്കുന്നത് കഷ്ടതരമാണകം. അവരത് സ്വീകരിച്ചു. പശ്ചിമ കൊച്ചിയിലുള്ള നേതാക്കന്മാരെ വിളിച്ച് അവിടെ ഒരു ചെറിയ ചെറുത് നടത്തി. ആ വർഷം മുതൽ വളരെ സന്തോഷത്തോടെ ഞാൻ നിങ്ങളോട് പറയും, ഈ പുസ്തകം നടപ്പിലായി എന്ന് പറഞ്ഞാൽ അവിടെ ന്യൂ ഇയറിന് കത്തിക്കുന്നത് ഈ പപ്പാഞ്ഞിയല്ല. പക്ഷെ നാട്ടുകാർ പറയുന്നത് പപ്പാഞ്ഞി വെക്കാൻ. ഈ വർഷവും ഞാൻ കാത്തിരുന്നു പുതുവർഷ പുലരി TV-യിൽ കാണാനായിട്ട്. ഒരു വികൃത രൂപം ഉണ്ടാക്കും. ആദ്യം ഉണ്ടാക്കിയത് ഒരു പാൻസും ഷർട്ടും ഒക്കെ എടുത്തിട്ട് പഴയത്, അതിനകത്ത് പിന്നെ ഓൾഡ് ഗ്ലോസൊക്കെ കുത്തിക്കയറ്റി ഒരു മഹാ വൃത്തിയായിട്ട് ഒരു വേഷം തന്നെയാണ് ആ ബീച്ചിൽ വലിച്ചു കയറ്റിയത്. ഈ വർഷത്തത് ഒരു വലിയ കലാകാരൻ ഉണ്ടാക്കിയതാണ് 40 അടി ഉയരത്തിൽ. അപ്പോൾ അത് ഉണ്ടാക്കുന്നതെന്ന് കേട്ടപ്പോൾ മുതൽ എനിക്ക് പരിഭ്രമമായി. ഒരുപക്ഷെ ഇനിയും വീണ്ടും പഴയത് വരുമായിരിക്കും. വന്നില്ല. പൈജാമൊക്കെ ഇട്ട ഒരാള്, മുഖത്തോട്ട് നോക്കിയാൽ കഥകളി വേഷമൊക്കെയാണ്. ഒരു തരത്തിലും ഇന്നതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു രൂപം ഉണ്ടാക്കി. അതായിരുന്നു ഈ വർഷം കത്തിച്ചത്. അപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചുകൊണ്ടാണ് പുതുവത്സരത്തിലേക്ക് കടന്നത്. കാരണം വെറുതെ അല്ല, എഴുതിയാൽ ഫലമുണ്ടാവും. മനുഷ്യർ ചിന്തിക്കുന്നവർ സ്വീകരിക്കും. ഒരു കുഞ്ഞു കാര്യം ഒരു പേജിൻ്റെയാണ്. അതുകൊണ്ട് അതവർ ഉപേക്ഷിച്ചു എന്നത് ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ടത്. എത്ര നാൾ നിൽക്കുമെന്നൊന്നും എനിക്കറിയാമല്ല. മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഈ കൊച്ചിയിലായിരുന്നു ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ശക്തി ഞാൻ കണ്ടത്. ആ ദിവസം ഇത് തന്നെ കത്തിക്കാനായിട്ടുള്ള പോക്ക്. നിരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞ ഒബ്സർവേഷൻസ് ആണ്. അത് ആത്മാർത്ഥതയോടുകൂടി ജീവിതത്തെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നതാണ്. സാധാരണഗതി കാണാത്ത പല കാര്യങ്ങളും നമ്മൾ കാണും. ഇനി നിങ്ങൾ പോയി കാണുക, അല്ലെങ്കിൽ അതിൻ്റെ രസമൊക്കെ പോകും. എവിടെയാ സെയിന്റ് തെരേസാസ് കോളേജിൽ കയറി വരണം. അവിടുത്തെ ഓരോ ലെക്ചറേഴ്സും അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് കണ്ടുപിടിക്കുക.
സുഹൃത്തുക്കളെ, വലിയ സന്തോഷം. ഏറെ നന്ദിയോടുകൂടെ ഞാൻ ഈ അവസരം ഓർക്കും. ഒരു ജൂബിലി ഇവിടെ പൂർത്തിയായി എന്നുകൂടെ ഞാൻ വീണ്ടും പറയട്ടെ.